തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപമാണ് 5.25 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു 4 ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചെമ്പഴന്തി കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ആനന്ദേശ്വരം ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ഇടത്തറ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ച് കാണാൻ സാധിക്കും. ആ റോഡ് വഴി നമുക്ക് നേരെ മുക്കിക്കട, അതായത് പൗടിക്കോണത്തിനടുത്തൊക്കെ ചെന്ന് കയറാൻ സാധിക്കും. ആ റോഡ് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന റൈറ്റ്, ആ റൈറ്റ് കയറി ലെഫ്റ്റ് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയായി. ആനന്ദേശ്വരം ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 400 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ശ്രീകാര്യത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ നല്ല വീതിയുള്ള റോഡാണ്, ഈസിലി വരാം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് നോക്കി, നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് പ്രോപ്പർട്ടിക്കുള്ളത്. ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ്. ഈ വീട് ശരിക്കും ഒരു 2 വർഷം പഴക്കമുള്ളതാണ്. അതിനവർ റെനോവേറ്റ് ചെയ്ത് നീറ്റ് കണ്ടീഷനിലാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീടിനുള്ളിലേക്ക് പോകാം. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റമെല്ലാം വരുന്നത്. ഇവിടെ എല്ലാം ഇപ്പം നീറ്റായിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വരും. ഇത്തിരി സ്ഥലം കൂടുതലുള്ളതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും നമുക്ക് ആ രീതിയിൽ ഒരു കഞ്ചഷൻ ഫീലൊന്നുമില്ല. 5.25 സെൻറ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പേഷ്യസ് ഫീലിംഗ് വീടിന് ചുറ്റും ഫീൽ ചെയ്യും കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ ഒരു ചെറിയ മരമൊക്കെ നിന്ന് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. അഭിയാണെന്നുണ്ട്. ഇത് നമുക്ക് പിൻവശത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം. ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തുള്ള വാതിൽ ഇതുപോലെ 2 പാളികളിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റെല്ലാം സെറ്റ് ചെയ്യാം. സീലിങ്ങിലെല്ലാം ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. അവിടെ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ടൈലല്ല, ഫുള്ളായിട്ട് ഗ്രാനൈറ്റിൻ്റെ വലിയ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമുക്ക് പുതിയ വീടുകളിലേക്കെല്ലാം വന്നിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ടൈലാണ്. പക്ഷേ ഇതാണെങ്കിൽ കുറേ കാലം അങ്ങനെ തന്നെ കിടന്നോളും കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെ എത്ര വർഷമായാലും അതുപോലെ തന്നെ നിൽക്കും. നമുക്ക് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് വരുന്നത്. അതിൽ താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂമുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇത് എവിടെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കാണും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് ജോൺസന്റെ ഫിറ്റിങ്സ് ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിത് വലിയൊരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. താഴത്തെ നമ്മുടെ ആ ലിവിങ് ഏരിയ, ഡൈനിങ്, കിച്ചൺ അതെല്ലാം ചേർത്ത് വരുന്ന ആ ഒരു സ്ഥലം അത്രയും നമുക്ക് കോമൺ സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതാ ഇവിടെ ഒരു കിച്ചൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂംസ് തന്നെയാണ് വരുന്നത്. ഇതൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഇത് അടുത്തൊരു ബെഡ്റൂം. ഇത് നമ്മുടെ താഴത്തെ ആ സെയിം ലേഔട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. ശരിക്കും സിറ്റിയോട് വളരെ ചേർന്ന് സിറ്റിക്കകത്തെ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ലൊക്കേഷനാണ് ശ്രീകാര്യം. അതിനകത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് താമസിക്കാം. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ടെക്നോ പാർക്കോ നമ്മുടെ CET കോളേജ് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 95 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.